നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ലോക്കറ്റ് യന്ത്രത്തെ പരിചയപ്പെടുത്തുകയാണ്. ഏറെ നാളുകളായി നമ്മുടെ ചാനലിലെ ഒരു പ്രേക്ഷകൻ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹത്തിന് നിർമ്മിച്ച് നൽകി കൊടുത്തിട്ടുള്ള ഒരു യന്ത്രമാണ് ഈ ഒരു ലോക്കറ്റ് യന്ത്രം. സാധാരണയായിട്ട് ഏലസ്, ഉറുക്ക് മുതലായവയാണ് നിർമ്മിച്ച് നൽകാറ്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുവരാറുള്ളത് അത്തരത്തിലുള്ള യന്ത്രങ്ങളാവാം. ഈ ഒരു യന്ത്രത്തിൻ്റെ പ്രത്യേകത, ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു ലോക്കറ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിലൊക്കെ ധരിക്കുന്നതായിട്ടുള്ള ദേവിയുടെ രൂപം അല്ലെങ്കിൽ ദേവൻ്റെ രൂപം ആലേഖനം ചെയ്ത ഒരു ലോക്കറ്റാണ് എന്ന് തോന്നുകയുള്ളൂ. പക്ഷേ അതിനുള്ളിലിരിക്കുന്ന ആ ഒരു ചെപ്പിലാണ് നമ്മൾ ഒരു യന്ത്രം നിർമ്മിച്ചതിന് ശേഷം അതിന് വേണ്ട പൂജാവിധാനങ്ങളൊക്കെ തന്നെ ചെയ്ത് അവ അതിൽ മടക്കി ഒളിപ്പിച്ച് അല്ലെങ്കിൽ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം കവച രൂപേണ അവർക്ക് അണിയാനായിട്ട് നൽകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, സാധാരണയായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ഏലസ്, ഉറുക്ക് മുതലായവയൊക്കെ തന്നെ ശരീരത്തിൽ നിന്നും 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് അവയുടെ ശക്തി ചൈതന്യം ഇല്ലാതാവുകയും ഒരുപക്ഷെ അവയ്ക്ക് കേടുപാടുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതല്ലാതെ ഔഷധങ്ങളൊക്കെ തന്നെ ലേപനം ചെയ്ത് ആചാര്യന്മാർ നിർമ്മിച്ച് നൽകുന്ന യന്ത്രങ്ങളൊക്കെ തന്നെ വർഷങ്ങളോളം നിൽക്കുന്നതുമുണ്ട്. പക്ഷേ ഈ ഒരു കവച യന്ത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഒരു തവണ നിർമ്മിച്ച് ഈ ഒരു ലോക്കറ്റിലേക്ക് അവ അടക്കം ചെയ്തതിന് ശേഷം നൽകുകയാണെങ്കിൽ പിന്നീട് 12 വർഷക്കാലം നമുക്ക് ആ ഒരു ഗുണം ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു യന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലോക്കറ്റ് യന്ത്രത്തിൻ്റെ കവച ഗുണം നമുക്ക് ലഭിക്കുന്നതാണ്. സാധാരണയായിട്ട് കവച യന്ത്രങ്ങളാണ് ഇത്തരം ലോക്കറ്റിലേക്ക് അടക്കം ചെയ്ത് നൽകാറുള്ളത്. പിന്നീട് 12 വർഷത്തിന് ശേഷം നമുക്ക് അവയിൽ നിന്നും ആ യന്ത്രത്തെ അല്ലെങ്കിൽ ആ ഒരു ദേവതയെ മാറ്റിയതിന് ശേഷം ജലത്തിലേക്ക് ഒഴുക്കി വിടാവുന്നതാണ്, ഒഴുക്കുള്ള ജലാശയത്തിൽ ഒഴുക്കി വിടാവുന്നതാണ്. അപ്പോൾ സാധാരണയായിട്ട് നിർമ്മിക്കുന്ന യന്ത്രങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് ഈ ഒരു ലോക്കറ്റ് യന്ത്രം എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പൂജാവിധാനവും വ്യത്യസ്തമാണ്. ചിലരൊക്കെ തന്നെ നാടൻ ശൈലിയിൽപ്പെട്ട രീതിയിലും മറ്റു ചില സംസ്കൃത രീതിയിൽപ്പെട്ട താന്ത്രിക ആചാരങ്ങൾ പ്രകാരമുള്ള രീതിയുമാണ് ലോക്കറ്റ് യന്ത്രങ്ങൾ നിർമ്മിക്കാറുള്ളത്. നിങ്ങളീ കാണുന്നത് നാടൻ സമ്പ്രദായത്തിൽപ്പെട്ട കാളി കവച യന്ത്രമാണ്. നാടൻ സമ്പ്രദായത്തിൽ ഒട്ടേറെ ദേവതമാരുടെ കവച യന്ത്രങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ന് കൊടുങ്ങല്ലൂർ സമ്പ്രദായത്തിൽപ്പെട്ട ഒരു രീതിയാണ് ഈ യന്ത്രത്തിലൂടെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ ചാത്തൻ, ഭൈരവൻ, വിഷ്ണുമായ, ഗുളികൻ, ഘണ്ഠാകർണൻ, ഭൈരവൻ മുതലായ ഒരുപാട് ദേവതമാരുടെ നാടൻ സമ്പ്രദായത്തിൽപ്പെട്ട കവച യന്ത്രങ്ങളും സാധാരണയായിട്ട് നിർമ്മിച്ച് നൽകാറുണ്ട്. അവയിൽ ഇന്ന് കൊടുങ്ങല്ലൂർ സമ്പ്രദായത്തിൽപ്പെട്ട ദേവതാ യന്ത്രമാണ് അദ്ദേഹത്തിന് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. അദ്ദേഹം കൊടുങ്ങല്ലൂർ അമ്മയുടെ ഭക്തനാണ്. ഇപ്പോൾ ഏകദേശം കൊടുങ്ങല്ലൂർ ഭരണിയൊക്കെ തന്നെ ആവാറായി. അദ്ദേഹം വ്രതാനുഷ്ഠാനങ്ങളോടെ അമ്മയെ പൂജിക്കുന്ന ഒരു ഭക്തനായതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ തന്നെ അദ്ദേഹത്തിന് അത് നിർമ്മിച്ച് നൽകാൻ സാധിച്ചത് വളരെയധികം സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ലോക്കറ്റ് യന്ത്രത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കവച യന്ത്രത്തെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിലും അതിലേറെ സന്തോഷം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏതൊരു ആചാര്യൻ്റെ പക്കൽ നിന്നും ഇതുപോലുള്ള യന്ത്രങ്ങളോ ഏലസുകളോ ഒക്കെ തന്നെ നിർമ്മിച്ച് വാങ്ങിക്കുമ്പോൾ അവ സംരക്ഷിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശം കൂടി ആ ആചാര്യനോട് സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ സ്വീകരിച്ച യന്ത്രം നമ്മളിൽ അതിൻ്റെ ചൈതന്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ടതായ ചിട്ടവട്ടങ്ങളുണ്ട്. അവ പ്രധാനമായിട്ടും മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഗുണം ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം, അതോടൊപ്പം തന്നെ 1-2 ദിവസത്തിന് ശേഷം ആ ഒരു യന്ത്രത്തിന് അശുദ്ധി ബാധിച്ചു, അപ്പോൾ ഈ യന്ത്രത്തെ നാം എന്ത് ചെയ്യണം എന്നൊക്കെ തന്നെ വ്യക്തമായ രീതിയിൽ ആ ആചാര്യനോട് അല്ലെങ്കിൽ ആ യന്ത്രം നിർമ്മിച്ചു തരുന്ന വ്യക്തിയോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇതിനോളം പ്രധാനമുള്ള ഒരു കാര്യം ഇതാണ്, നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ലഭിച്ചിട്ടുള്ള ആ ഒരു ദേവതാ ചൈതന്യത്തെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനും കൂടുതൽ ഗുണം ലഭിക്കാനും നാം എന്ത് ചെയ്യണം, ആ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ തന്നെ അത്തരത്തിലുള്ള ആചാര്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്നതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അറിയാനും വാങ്ങിക്കാനും ഒക്കെ തന്നെ, അല്ലെങ്കിൽ യന്ത്രങ്ങൾ നിർമ്മിക്കാനൊക്കെ തന്നെ ശ്രമിക്കുക. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു നാടൻ സമ്പ്രദായത്തിൽപ്പെട്ട ഈ ഒരു കൊടുങ്ങല്ലൂർ ദേവതാ യന്ത്രത്തെ അദ്ദേഹത്തിന് നൽകുമ്പോൾ അദ്ദേഹത്തിന് ഉപദേശിക്കേണ്ടതായിട്ടുള്ള മന്ത്രവുമുണ്ട്. ആ മന്ത്രം ഉരുവിടുന്തോറും ഈ യന്ത്രത്തിൻ്റെ ശക്തി വർദ്ധിക്കുകയും അദ്ദേഹത്തിന് തന്നെ ഗുണം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നാടൻ സമ്പ്രദായത്തിൽപ്പെട്ട യന്ത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യവും രഹസ്യവുമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഈ ഒരു അറിവ് പുതിയതായിരുന്നുവെങ്കിൽ
ദയവായിട്ട് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.